ആദ്യം ഈ സ്വർണം പൊതിഞ്ഞ സ്വർണം മാറ്റിയെന്നാണ് എല്ലാവരും വിചാരിച്ചത്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 30 ദിവസവും 1 മാസവും 9 ദിവസവും ചെന്നൈയിൽ എത്താൻ എടുത്തു ഇത് ദ്വാരപാലക ശില്പം. അപ്പൊ എന്തായിരുന്നു ഇത്? ഇവിടെ വെച്ചുകൊണ്ട് ഇതിന്റെ വ്യാജനം ഉണ്ടാക്കുകയായിരുന്നു. വ്യാജനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് വ്യാജനാണ് കൊണ്ടുപോയത് ചെന്നൈയിലേക്ക്, ഒറിജിനൽ വിൽക്കുകയാണ് ചെയ്തത്. അതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം. ആ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണ് VSSCയിലെ ശാസ്ത്രീയമായ സയന്റിഫിക്കായ തെളിവെടുപ്പിന് ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച അതേ ആരോപണമാണ്. കറക്റ്റ്. തീർച്ചയായിട്ടും അത് അവര് കൊടുത്തിരിക്കുന്ന മൊഴികളൊക്കെ പുറത്തു വരട്ടെ. അപ്പൊ അറിയാലോ പണം മേടിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ മൊഴിയുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യവും നമുക്കും പറയാൻ പറ്റില്ലല്ലോ, ആധികാരികത ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. ആധികാരികമായ രേഖയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ പണം മേടിച്ചതിന്റെ ഒക്കെ മൊഴികളുണ്ട് പലരുടെയും. അല്ല, അത് നോക്കട്ടെ. ഒരു ഏജൻസി അല്ലേ, സെൻട്രൽ ഏജൻസി അല്ലേ നടത്തുന്നത്. അവരന്വേഷിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പ്രൊവിഷനിലുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിന്റെ ഇടയിൽ നടത്തിയിരിക്കുന്ന കള്ളപ്പണ ഇടപാട്. ഇപ്പോ കോടതി തന്നെ പറഞ്ഞതനുസരിച്ച് 100 കണക്കിന് കോടി രൂപയുടെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘമൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ്. അവരന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. എങ്ങനെ? അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതായത് ആർട്ടിക്കിൾ 176 അനുസരിച്ചിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അത് ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത്. ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരം ഇല്ല. ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകളയാനുള്ള അധികാരം ഇല്ല. അതൊരു ഭരണഘടനാപരമായ കാര്യമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി തുടങ്ങുമ്പോൾ. കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.